ഉഹുദിന്റെ രണഭൂമിയിലേക്ക് ഞാൻ പോവുകയാണ്. ഏറ്റവും ധീരനായ ഒരു ശത്രുവിനെ തന്നെ എനിക്ക് കാണിച്ചു തരണേ അല്ലാ. അങ്ങനെ അവനുമായി പടപൊരുത്താനും അവനെ വകവരുത്താനും എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാ. എന്നാ സ്വഹാബി ദുആ ചെയ്തപ്പോ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആമീൻ പറയുകയാണ്. ഇനി ദുആ ചെയ്യേണ്ടത് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവാണ്. മഹാനവറുകൾ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ ഞാനും ഉഹുദിന്റെ രണഭൂമിയിലേക്ക് പോവുകയാണ്. ഏറ്റവും ധീരനായ ഒരു ശത്രുവിനെ തന്നെ എനിക്ക് കാണിച്ചു തരണം, അവനുമായി പടപൊരുതണം. അവസാനം അവന്റെ മൂർച്ചയുള്ള വാളിന്റെ വട്ടേറ്റുകൊണ്ട് എന്റെ മൂക്ക് മുറിച്ചു തരണേ അല്ലാ, എന്റെ ചെവി മുറിച്ചു തരണേ അല്ലാ. അവന്റെ വാളിന്റെ വട്ടേറ്റുകൊണ്ട് ഷഹീദായി മരിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ദുആ ചെയ്തപ്പോ അതിശയത്തോടെ അത്ഭുതത്തോടെ ആ കൂട്ടുകാരനായ സ്വഹാബി ആമീൻ പറയുകയാ. ആമീൻ പറഞ്ഞതിന് ശേഷം ആ കൂട്ടുകാരനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ്, നിന്റെ പ്രാർത്ഥനയാണ് എന്റെ പ്രാർത്ഥനയേക്കാൾ ഏറ്റവും നല്ലത്. കാരണം ഷഹീദായി മരിക്കാനല്ലേ നീ പ്രാർത്ഥിച്ചത്, മരണത്തോട് വെറുപ്പില്ലാത്ത പ്രാർത്ഥനയല്ലേ. അങ്ങനെ ഉഹുദ് യുദ്ധം കഴിഞ്ഞു. ഒരുപാട് സ്വഹാബികൾ ഷഹീദായ യുദ്ധമായിരുന്നു. അങ്ങനെ പുന്നാര നബിതങ്ങളും സ്വഹാബത്തും തങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെയാണ് ഷഹീദായതെന്നറിയാൻ ആ ഉഹുദിന്റെ പോർക്കളത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ അല്പമകലെ ഒരു സ്വഹാബിയുടെ മയ്യത്ത് തൂക്കിക്കെട്ടിയിരിക്കുന്നു. ഇത് കണ്ടപ്പോ സ്വഹാബികളും നബിതങ്ങളും ഓടിപ്പോവുകയാണ്. ആ തൂക്കിക്കെട്ടിയ സ്വഹാബിയുടെ മുന്നിലേക്ക് എത്തിയപ്പോ ആ മയ്യത്തായ ഷഹീദായി കിടക്കുന്ന സ്വഹാബിയുടെ മൂക്ക് മുറിഞ്ഞിട്ടുണ്ട്, ആ സ്വഹാബിയുടെ ചെവി മുറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മുറിഞ്ഞ മൂക്കും മുറിഞ്ഞ ചെവിയും രണ്ട് ചെറിയ കയറുകളിലായി അവിടെ തൂക്കിക്കെട്ടിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോ സ്വഹാബികൾക്ക് മനസ്സിലായി ഇതാരാണെന്നറിയോ, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവാണ്. ആ നേരത്തെ ആമീൻ പറഞ്ഞ സ്വഹാബിയുണ്ടല്ലോ, ആ സ്വഹാബി കരയുകയാ. എന്നിട്ട് വിളിച്ചു പറയുന്നു, എന്റെ കൂട്ടുകാരൻ സത്യം പറഞ്ഞിരിക്കുന്നു.